ഈ ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൽ നിന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ വരുമാനം. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, അരി മുതൽ അങ്ങോട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻകം എന്ന് പറയുന്നത്. ഇതിലെ ഇൻകം ഫ്രം ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നുള്ളതാണ്. രണ്ടാമത്തേതാണ് ഇതിലുള്ള ഫാം ടൂറിസത്തിൽ നിന്ന് കിട്ടുന്നൊരു വരുമാനം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇവിടെ വരുന്ന ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇത് ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും മറ്റോടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൂടെ ഒരു ഇൻകം ഫ്രം ഫാം ടൂറിസവും ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റും ഏറ്റവും വലിയ വരുമാന മാർഗങ്ങളിൽ ഒന്നും കൂടെയാണ് ഫാം ടൂറിസം എന്നുള്ളത്. അടുത്തതാണ് ഇൻകം ഫ്രം സാൻഡൽവുഡ് ഹാർവെസ്റ്റ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ. അതായത് ചന്ദന കൃഷിയിലൂടെ ഏകദേശം 2000-ഓളം മരങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു 12 ഏക്കറിൽ ഇതിൻ്റെ മറ്റ് കൃഷികൾക്കിടയിലായിട്ട് നടാൻ ഉദ്ദേശിച്ചിട്ടുള്ള. അപ്പോൾ ഏകദേശം 2000-ഓളം മരങ്ങൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ അകത്തുണ്ടാവും. അത് 10 മുതൽ 15 വർഷത്തിനുള്ളിൽ നമുക്ക് അതിൽ നിന്നും കിട്ടാൻ പോകുന്നത് ഏകദേശം 500 കോടി രൂപയ്ക്ക് മുകളിലുള്ള വരുമാനമാണ് നമുക്ക് ഇതിൽ നിന്ന് മാത്രം ലഭിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ കാര്യം. ഓക്കെ, നാലാമതായിട്ട് വരുന്ന ഇൻകം ഫ്രം നഴ്സറി. അതായത് ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടോ, എന്തൊക്കെ ചെടികളുണ്ടോ, അതിൻ്റെയൊക്കെ തൈകളുടെ വിൽപ്പന നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഡിമാൻഡുള്ള സാധ്യതകളുള്ള മറ്റൊരു ബിസിനസ്സും കൂടെയാണ് ഇതിൽ വരുന്നത്, ഇതിൻ്റെ നഴ്സറി എന്ന് പറയുന്നത്. അതും ഇതിൻ്റെ ഒരു വളരെ വലിയൊരു സോഴ്സ് തന്നെയാണ്. മറ്റൊന്നാണ് ഇൻകം ഫ്രം സാൻഡൽവുഡ് റിസർച്ച് സെൻറ്റർ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു IWST എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ചൊക്കെ നടത്തി ഇതൊരു സെമി പാരസൈറ്റ് ആണെന്നും ഇത് സാധാരണ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വളർത്തി വലുതാക്കി ഹാർവെസ്റ്റ് ചെയ്യാമെന്നൊക്കെ കണ്ടെത്തിയപ്പോൾ ഇനിയും നൂതനമായിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും ഇനിയും വരേണ്ടതായിട്ടുണ്ട്. ഇനിയും ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാനോ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് കാതൽ ഫോം ചെയ്യിക്കാനും ഏറ്റവും ക്വാളിറ്റിയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഉദ്ദേശങ്ങൾ നമുക്ക് ഈ ഒരു സാൻഡൽവുഡ് റിസർച്ച് സെൻ്ററിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുവരാനുണ്ട്. അതുമാത്രമല്ല, നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു റിസർച്ച് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉദ്ദേശിച്ചത് നമ്മളെ കമ്പനിക്ക് പുറത്തും കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഈ ചന്ദന കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സപ്പോർട്ടുകൾ വേണോ അതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. മറ്റൊന്നാണ് പ്രോപ്പർട്ടി വാല്യൂ അപ്രീസിയേഷൻ. നമുക്കറിയാലോ, നമ്മൾ സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ് 6 മാസം മുമ്പ് അനൗൺസ് ചെയ്തപ്പോൾ അന്ന് 5 സെൻറ്റ് സ്ഥലവും 570 സ്ക്വയർ ഫീറ്റ് കോട്ടേജും സ്വിമ്മിംഗ് പൂളും വാട്ടർഫോൾസും 16 ചന്ദനമരങ്ങളും